ഹലോ ഗൈസ്, നോമ്പുകാലമായ ഇതുണ്ടെങ്കിൽ അത് മാത്രം മതി എന്ന് പറയും കേട്ടോ. എന്താ സാധനം നിങ്ങൾക്ക് മനസ്സിലായി കാണും. 2 ദിവസമായി ഈ മാങ്ങ വാങ്ങിച്ചു വെച്ചിട്ട് മാങ്ങ പഴുത്ത് തിന്നാറായി കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ അരിയാൻ കയറിയിരുന്നത്. രാത്രി കുട്ടന്മാരെയൊക്കെ വെച്ചിട്ട് അരിയുന്നത് പണിയാണേ. ഇവന്മാരൊറക്കൊക്കെ എടുത്തിട്ട് അരിയാന്ന് പറഞ്ഞ് അത്യാവശ്യം പഴുത്തതൊക്കെ ഞങ്ങൾ നിന്ന് കുട്ടന്മാർ 2 പേരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കണ്ട വീഡിയോസ് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി എടുത്താണേ. അതിൻ്റെതായ പോരായ്മകളുണ്ട് കേട്ടോ, നിങ്ങൾ ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഈ അച്ചാറിട്ട് പകുതി ആയപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ല എന്ന് ആലോചിക്കുന്നത്. ഇപ്പോൾ അങ്ങ് വീഡിയോ എടുക്കാൻ ഭയങ്കര മറവലാണ് കേട്ടോ. അപ്പോൾ അതേ നല്ലെണ്ണയിലാണെങ്കിൽ നമ്മൾ അച്ചാറിട്ടത്. അപ്പോൾ അതേ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കടുകും പിന്നെ കുറച്ച് ഉലുവയും കൂടി നമ്മളിട്ട് പൊട്ടിച്ച് ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ 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 കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നോമ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അച്ചാറുണ്ടെങ്കിലും ചോറ് തിന്നാൻ പറ്റുമല്ലോ, അതുദ്ദേശിച്ചാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ മാങ്ങാച്ചാറാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെറുതെ കൊരുത്തിണ്ടാമല്ലോ. അപ്പോൾ ഇത് അച്ചാർ പൊടിയാണേ. എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ലല്ലോ ഇടുന്നത്. അപ്പോൾ ഇവിടെ ഒരാൾ കിടന്ന് ഉച്ചയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ അച്ചാർ പൊടി ഇട്ട് നല്ല നമുക്ക് മൂത്ത് വരുമ്പോഴേക്കും പിന്നെ വേണമെന്നാണെങ്കിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ പഴുത്ത ഒരു ഇടത്തരം പഴുത്ത മാങ്ങയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരിത്തിരി പഴുത്ത മാങ്ങയൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാം അങ്ങനെ ആയിപ്പോയതുകൊണ്ട് ഞങ്ങളങ്ങനെ ചെയ്തു എന്ന് മാത്രമാണ്. അങ്ങനെ നമ്മൾ അച്ചാറൊക്കെ ഇട്ടു. അവസാനം കായപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നാണെങ്കിൽ പിറ്റേ ദിവസം ഒഴിച്ചാൽ മതി. ഉപ്പിട്ടു. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി. ഇത് നമ്മൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനേക്ക് ഇട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ടെസ്റ്ററിനായിട്ട് ഡാഡി ടെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ് കേട്ടോ ഞാൻ കാണുന്നത്. അപ്പോൾ ഡാഡി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. രാത്രി കുട്ടന്മാരെ ഉറക്കി കിടത്തിയിട്ടാണ് കേട്ടോ നമ്മൾ അരിഞ്ഞൊക്കെ വെച്ചിട്ട് കൂട്ടിയൊക്കെ വെച്ചിട്ട് പിന്നെ രാത്രിയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ നോമ്പ് കാലം ഇങ്ങനെ പോട്ടെ അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും താങ്ക് യു.